നമ്മുടെ ലാൻഡിംഗ് പേജ്. ഇതിൻ്റെ അത് നമുക്കിപ്പം ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാനൊരു ലോഗോ ഡിഫൈൻ ചെയ്തെടുത്തതാണ്. അപ്പം അത് നമ്മുടെ ഡിസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനർ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ മൊത്തം 3 ലിങ്കാണ് ബേസിക്കലി വരുന്നത്. ഹോം, ജോയിൻ വിത്ത് അസ്, പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്താൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുള്ള വേറൊരു വെബ്സൈറ്റ് ലിങ്കാണ് ഉദ്ദേശിക്കുന്നത്. ജോയിൻ വിത്ത് അസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം വരും. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ അണ്ണൻ അയച്ച പോലെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് വെൽക്കം ടു പരിവർത്തനം, പിന്നെ അതിൻ്റെ ഒരു തീം നമ്മൾ എഴുതിയിട്ടുണ്ട്, വേർഡിങ്സ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം താഴെ വരുമ്പം എക്സ്പ്ലോർ പരിവർത്തനം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട്, എബൌട്ട്, ഒബ്ജക്റ്റീവ്സ്, അവർ അസോസിയേറ്റ്സ്, കൺക്ലൂഷൻസ്. ഓക്കെ, അപ്പം എബൌട്ടിനകത്ത് നമുക്ക് ദിസ് ഈസ് ഇനീഷ്യേറ്റീവ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ അതിനകത്ത് നേരത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എടുത്ത സാധനമാണിത്. ഓക്കെ, അതിൻ്റെ അകത്ത് നെക്സ്റ്റ് അവർ മിഷൻ, അതിൻ്റെ അകത്ത് വാട്ട് വി ആർ, അവർ മിഷൻ, വാട്ട് വി ഡു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ മാറ്റാനുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ അവരുടെ ഒബ്ജക്റ്റീവ്സിൽ പോകും. അവർ ഒബ്ജക്റ്റീവ്സിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി ഫിഷ് സപ്ലൈ മാർക്കറ്റ്, പ്രൊമോഷൻ ഓഫ് ഗ്രീനറി, പിന്നെ എലിമിനേഷൻ ഓഫ് സ്കിൽ ഗ്രൂപ്പ്, 6 ഇത് വരുന്നുണ്ടല്ലോ നമുക്ക്. 6 നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനകത്ത് ഇതൊക്കെയാണ് അതിൻ്റെ ഇമേജസ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് പ്രിഫറബിളായിട്ട് വല്ലതും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. സ്കിൽ ഡെവലപ്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ളൊരു ഇതും, മറ്റേ ക്വാളിറ്റി ഫിഷ് സപ്ലൈക്ക് മീൻമീട്ട് ലോഗോ വെച്ചിട്ടുണ്ട്. പ്രൊമോഷൻ ഓഫ് ഗ്രീൻ എനർജി, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റും ബാക്കി 2 റിഡക്ഷൻ ഓഫ് കാർബൺ ഫുട് പ്രിൻറ്റ്. അപ്പോൾ അതിൻ്റേതായ ഇമേജസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അസോസിയേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നമ്മുടെ അസോസിയേറ്റ്സ്, അവരുടെ ലോഗോയും അവരുടെ പേരും ഡീറ്റെയിൽസും, അതാണ് ബേസിക്കലി കൊടുത്തേക്കുന്ന. അവരുടെ ഐക്കൺ, മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പം മറ്റേതിനകത്ത് ഞാൻ ഡോക്യുമെൻറ്റിനകത്ത് കണ്ട എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കൺക്ലൂഷൻസ് വരുന്നുണ്ട്. എന്താണ് എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്താണെന്നുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റേ PDF നിന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും, പിന്നെ റെഫറൻസ് ലിങ്കുകൾ. ഓക്കെ, പിന്നെ താഴെ നമ്മുടെ ഫേസ്ബുക്ക്, ഗൂഗിള് ഉള്ള എല്ലാം, പിന്നെ ഇതിലേക്കുള്ള ലിങ്കുകൾ താഴെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിൽ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ അസോസിയേറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ഏറ്റവും ഫ്രണ്ടിലെ പേജ്, സ്റ്റാർട്ട് പേജിൽ നമുക്ക് ജസ്റ്റ് ഈ 2 ലോഗോസ് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ നമുക്ക് സ്ലൈഡർ ആഡ് ചെയ്യാം. ഇവിടെ എത്ര സ്ലൈഡർ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ സ്ലൈഡറിൽ വേറെ ഇമേജസ് ഒന്നും കൊടുത്തിട്ടില്ല, തൽക്കാലം ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം അപ്പം ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇതിനകത്ത് ഇനി വേറെ നമുക്ക് ലിങ്കുകൾ വരും. ഈ അവർ പ്രോഡക്ട്സിനകത്ത് മീമിയുടെ ലിങ്കിലേക്കൊക്കെ അവർ പ്രോഡക്ട്സിനകത്ത് നമുക്ക് പോകും. അപ്പം മീമിയുടെ സൈറ്റ് വേറെയാണ്, അതിന് വേറെ ഒരു ഡിസൈനാണ് മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് പരിവർത്തനത്തിൻ്റെ സൈറ്റാണ്. ഓക്കെ, അപ്പം എന്താണ് അഭിപ്രായം എന്നുള്ള എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം.